ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. കമ്പനിയിൽ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബാക്ക് ടു യൂട്യൂബ്. അതെ, അപ്പം ഒരു നീണ്ട ബ്രേക്ക്. കാരണം ഞാൻ അങ്ങനെ വീഡിയോസ് എടുക്കാറുണ്ട്, ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ഷോർട്സായി അപ്ലോഡ് ചെയ്യുന്നതല്ലാതെ യൂട്യൂബായിട്ട് യാതൊരുവിധ ബന്ധമില്ലാഞ്ഞിട്ട് കുറേ കാലമായി. ഈ ഒരാഴ്ചക്കുള്ളിൽ കുറച്ച് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. എന്നാലും പണ്ടൊക്കെ കണ്ടിന്യൂസ് യൂട്യൂബിൽ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1000 സബ്സ്ക്രൈബേഴ്സ് പോലും എനിക്കാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടാണ്. എനിക്കിപ്പോൾ നിലവിൽ ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ എനിക്ക് 4227 സബ്സ്ക്രൈബേഴ്സാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും വരെ എത്തിയത്. എനിക്കിപ്പോൾ റിഗ്രറ്റ് തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തത്, അതുപോലെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യമായിട്ട് ഞാൻ പറയാം ഇപ്പം എനിക്ക് മോണിറ്റൈസേഷൻ ആയേനെ. കാരണം എല്ലാ ലോങ് വീഡിയോസിനും ഒരു 12K 11K 10K ചലഞ്ചിങ് വീഡിയോസിന് വന്നിട്ടുണ്ടായിരുന്നു. ഷോർട്സൊക്കെ ഒരു 600K മുകളിൽ പോയ ഷോർട്സ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ എന്താ പറയുക, ആദ്യമൊക്കെ സമയമില്ലാഞ്ഞിട്ടായിരുന്നു, പിന്നീട് വേണ്ടാന്ന് വെച്ചു, മടിയായി. പിന്നെ എന്തൊക്കെയോ പല കാരണങ്ങളാൽ അവിടെ വെച്ച് നിർത്തി. അപ്പം അവിടെ വെച്ച് നിർത്തിയെങ്കിൽ പിന്നെ എനിക്ക് വ്യൂസ് ഒന്നും പിന്നെ ഇടുന്നതിനൊന്നും അധികം വ്യൂസ് കിട്ടുന്നില്ല. കാരണം കണ്ടിന്യൂസ് ഇല്ലാതെ പോയില്ലേ. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാനൊരു റീസ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ സംഭവം സക്സസ് ആയാലും. അപ്പോൾ പുറത്ത് മഴ ഉള്ളതുകൊണ്ട് തന്നെ സൗണ്ടിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. എല്ലാ ദിവസവും എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റുമോ ഒന്നും എനിക്കറിയില്ല. എനിവേ ഷോർട്സ് എങ്കിലും എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം മാത്രം പോരാ, നടത്തണം. നിങ്ങളുടെ സപ്പോർട്ട് വേണം. എല്ലാ വീഡിയോസും എല്ലാവരും കണ്ട് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ്, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയാൽ ഡെയിലി വീഡിയോ ഇടാമെന്ന് പറഞ്ഞാൽ കണ്ടന്റ് വേണം, നമുക്ക് എഡിറ്റ് ചെയ്യാൻ ടൈം വേണം, അപ്ലോഡ് ചെയ്യാൻ പറ്റണം. അപ്പം പക്ഷെ എന്നാലും ഞാൻ എന്താ പറയുക, കാരണം ഇത്രയും ചലഞ്ചിങ് വീഡിയോസിൻ്റെ കമൻറ്റൊക്കെ നോക്കുമ്പോൾ ഒരുപാട് കമൻറ്റ് ഉണ്ട്, ഇന്ന ചലഞ്ച് ചെയ്യും ഇന്ന ചലഞ്ച് ചെയ്യും. അപ്പോൾ ഞാൻ അതിനകത്ത് ചോദിച്ചു ഇത്രയും കണ്ടന്റ് നിനക്ക് ഇവർ തന്നെ തന്നിട്ട് നിനക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സത്യമാണ്. കാരണം അത്രമാത്രം ചലഞ്ചിങ് വീഡിയോസിന് എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയ ചലഞ്ചല്ല, 2 ആളെങ്കിലും മിനിമം വേണം. അപ്പോൾ അതൊക്കെ സെറ്റാക്കണം. പിന്നെ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടാവും, പക്ഷേ അത് എഡിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഈ എഡിറ്റ് ചെയ്താൽ തന്നെ ഇത് അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ. പിന്നെ എൻ്റെ ഒരു മെയിൻ പ്രശ്നമാണ്, ഇപ്പം എൻ്റെ അമ്മയെല്ലാം എന്നോട് പറയും ഇതിനെല്ലാം കൊണ്ട് യൂട്യൂബിൽ നിന്ന് അവരിവരെ കാണിക്കാൻ വേണ്ടി, നാട്ടുകാരെ മൊത്തം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, ശരിയല്ലേ ഞാനിതൊക്കെ യൂട്യൂബിൽ നാട്ടുകാരെ മൊത്തം കാണിക്കേണ്ട ആവശ്യം. പക്ഷെ പിന്നീട് ഞാൻ ചിന്തിക്കും, എന്നെ കാണാനോ എൻ്റെ വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ളവരല്ലേ എൻ്റെ വീഡിയോ കാണുന്നേ. ഈ 4227 സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയവരാണ്. അപ്പം അതൊക്കെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ വീഡിയോ. അപ്പം ഈ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും അത് സെയിം കാണുന്നതും എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ചെയ്യുന്നുണ്ട്. കാരണം അല്ലൂസിൻ്റെ ജനിച്ചതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള വീഡിയോസ് ഉണ്ട് യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലൊക്കെ. അപ്പോൾ അതിപ്പോൾ എടുത്ത് കാണുമ്പോൾ ഞാനായാലും അവളായാലും ഇവരായാലും വീട്ടിൽ നിന്ന് എല്ലാവരും ആയാലും ഹാപ്പിയാണ്. കാരണം അവളെ ചെറിയ ആ ഒരു വളർച്ച പോലും നമുക്ക് അതിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ വേറെ എവിടെയും കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ വീഡിയോ എടുത്ത് വെച്ചാണെങ്കിൽ എവിടെയെങ്കിലും മിസ്സായി പോയത്. പക്ഷെ ഇപ്പോൾ എനിക്കത് കാണാൻ പറ്റുന്നെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ ഡെയിലി ലൈഫ് ഫുട്ബോളിനൊക്കെ അങ്ങനെ ചെയ്തത് എനിക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. പിന്നെ എൻ്റെ കാര്യമായാലും എനിക്ക് യൂട്യൂബിലൂടെ ഒരുപാട് അറിയാത്ത എവിടെയൊക്കെ ഉള്ള ആൾക്കാരെ മെസ്സേജ് അയച്ചു. എനിക്ക് കുറേ ഫ്രണ്ട്സായി. പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഒരാളെങ്കിലും വീഡിയോ കാണാറുണ്ടെന്ന് എന്നോട് പറയാറുണ്ട്. അങ്ങനെ ഉള്ളതുണ്ട്. അപ്പോൾ ഞാൻ കരുതി വന്നാൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്തോളാം. നമ്മൾ ഇതെൻ്റെ ഒരു പാഷനാണ്. ഞാൻ ഒരിക്കലും ഇതിന് ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയ ഒരാളല്ല. എൻ്റെ ഒരു മെൻ്റലി സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർ കാണുക, സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടമില്ലാത്തവർ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് വിടാം. പിന്നെ പറയാനുള്ള എന്താ, ഇന്ന് മുതൽ ഞാൻ യൂട്യൂബിൽ ആക്റ്റീവായിട്ടുണ്ടാവും. നിങ്ങളുടെ സപ്പോർട്ട് വേണം. സജഷൻസും കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെ പുതിയ വീഡിയോസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങളൊക്കെ ഹെൽപ്പ് നമുക്ക് വേണം. ഞാനിങ്ങനെ പിടിച്ച് വെച്ച് തരുന്നതേ ഉള്ളൂ. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ പതിയെ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എൻ്റെ ഈ ഒരു നീണ്ട ജേണി, അതായത് ഇത്രയും കാലത്ത് യൂട്യൂബിൻ്റെ ഇതെടുത്ത് നോക്കിയാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എൻ്റെ ഞാൻ അതിൽ കൊടുക്കുന്നതിന് എനിക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ മാക്സിമം കൊടുത്തിരുന്ന എനിക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടിയല്ലേ. ഞാനതിന് ഇത്ര മതി എന്ന് ചിന്തിച്ചുകൊണ്ടാണ് മോണിറ്റൈസേഷനിലൊക്കെ എത്താതിരുന്നത്. അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇനി മുതൽ അങ്ങനെ ഒരു കാര്യമില്ല. മോണിറ്റൈസേഷൻ ആയിട്ടേ ഞാൻ അറിവും. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. പറഞ്ഞ് ഓവറാക്കുന്നില്ല. അപ്പം ഇനി നമുക്ക് വലിയ ഓരോരോ വീഡിയോസിലായിട്ട് കാണാം. എൻ്റെ ഇതിലുള്ള ജേണി ഞാനൊരു ഷോർട്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും കാണണം. ഓക്കെ, താങ്ക് യു. ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.